വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ. ആ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് നിന്നതിന് ശേഷം ചെറിയൊരു റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിയിട്ട് താഴോട്ടേക്ക് ഒരു ചെറിയ റിയാക്ഷൻ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു പക്ഷെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. എന്നിരുന്നാലും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 59.530 ആണ് വരുന്നത് പ്രൈസ് റേഞ്ച്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു FEG ഉണ്ട്. ആ ഒരു FEGനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. FEGയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 60.270, അതുപോലെ 61.300 ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ റേഞ്ച് മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലിൽ നിന്ന് ഓൾറെഡി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി അത് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് ഒരിക്കൽ കൂടി ആ സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. ആ ലെവലിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 58.800 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിന് വേണ്ടിയിട്ട് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം ഇവിടെ ഈ ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ്. അപ്പോ 1 അവറിൽ ഇപ്പോൾ ഒരു ടൈറ്റ് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ റേഞ്ച് താഴോട്ടേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിവേ ആ രണ്ട് റേഞ്ചും നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. രണ്ടിന് കളർ ഒന്ന് ആദ്യം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ റെസിസ്റ്റൻസ് ഏരിയയുടെ റേഞ്ച് എന്ന് പറയുന്നത് 59.760, അതുപോലെ തന്നെ 59.245 ആണ് വരുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയയുടെ വരുന്നത് 58.890, അതുപോലെ തന്നെ 58.540 ആണ് വരുന്നത്. അപ്പോൾ ഈ റേഞ്ച് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്ന ലെവല്, ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ റേഞ്ച് 57.380, അതുപോലെ 58 ആണ് വരുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത FEGയുടെ മുകളിൽ തൊട്ട് മുകളിലായിട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണാം. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 62.100, 61.557 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു ലെഗിൽ നിന്ന് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തു. പക്ഷെ ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായൊരു എൻട്രി ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയില്ല. ഇനി ഒരു എൻട്രി കിട്ടണമെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ ഈ ഒരു FEG വരെ, വൺ ഡേയുടെ FEG വരെ ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു FEGയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരേണ്ടത് ഈ ലെവലിലേക്കാണ്, 61.500ലേക്കാണ് വരേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു എൻട്രി എന്ന് പറയുന്നത്, സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവല്, അതായത് ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ലെവലിലേക്ക് വരാം. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് 58 ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ വീണ്ടും ഈ ലെവല് താഴോട്ടേക്ക് വരികയാണ്, അതായത് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ പിന്നെ ഉള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടെയാണ്, ഈ ഒരു റേഞ്ചിലുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് വരാനുള്ള സാധ്യത. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 56.500 ആൻഡ് 56.200 ആണ് വരുന്നത്. ആ ലെവലിലേക്കും മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ഈ പറയുന്ന കീ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ്റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ
ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.